ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി മെയിൻ ആയിട്ടുള്ള 3 ഹാബിറ്റ്സ് ആണ്. ഇതിൽ ഒന്നാമത് വരുന്ന മെഡിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും പറയാം. മെഡിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ ബ്രെത്ത് ഫോക്കസ് ചെയ്യുന്നത്, കണ്ണടച്ച് ശ്വാസം എടുക്കുന്നത്, ശ്വാസം വിടുന്നത് ഫോക്കസ് ചെയ്യുന്നതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേര് മെഡിറ്റോ എന്ന, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ആപ്ലിക്കേഷൻ. അത് ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. ഇത് നല്ല രീതിക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഓവറോൾ പെർഫോമൻസ് കൂട്ടും. ഏത് ഫീൽഡിലാണെങ്കിലും ഇതിനൊരു എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകുന്നതുകൊണ്ട് നല്ലൊരു ബോഡി ഉണ്ടാക്കി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. പിന്നെ ജിമ്മിൽ പോയി ബൾക്ക് ചെയ്ത് കട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഏകദേശം 6 മാസം കൂടുമ്പോൾ നിങ്ങൾ പുതിയൊരു വെർഷൻ അൺലോക്ക് ചെയ്യും. ജിമ്മിൽ പോയി നല്ലൊരു ബോഡി ഉണ്ടാക്കാൻ നേരത്ത് കിട്ടുന്ന കോൺഫിഡൻസ് വേറെ ഒന്നിനും കിട്ടത്തില്ല. പിന്നെ നിങ്ങൾ എല്ലാ 6 മാസം പുതിയൊരാളായിരിക്കും. കാരണം ബൾക്കിങ് കട്ടിങ് കഴിയുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് മാറും. നിങ്ങളെ തിരിച്ചറിയാൻ പോലും പറ്റാത്തത്ര മാറും. പിന്നുള്ള ഒരു ഹാബിറ്റാണ് റീഡിങ് നിങ്ങളുടെ അവയർനെസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കൂടുതലുള്ള ടോപ്പിക്സ്, മണി, സോഷ്യൽ സ്കിൽസ്, അങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ എല്ലാത്തിലും ഇത് എഴുതിയേക്കുന്ന ആൾക്കാർ മിക്കവാറും ആ ഒരു ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് അവരുടെ ഒരു പെർസ്പെക്റ്റീവും കൂടെ കിട്ടും ഈ ബുക്ക് വായിക്കുന്നതിലൂടെ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക് ഈ ബുക്ക് ഇത് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ ബൈ ഡെയിൽ കാർണിഗി. ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് വേറെ ലെവലാവും.